സ്നേഹം 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 സഹജമായി ഉണരുന്ന സ്നേഹം, നന്മ നിറയ്ക്കുന്ന സ്നേഹം, നമ്മെ ഒന്നാക്കി കോർക്കുന്ന സ്നേഹം, ആത്മാവാൽ കോർത്തൊരു സ്നേഹം, ഈ വിശ്വനിർമ്മല സ്നേഹം, വിശ്വനിർമ്മല സ്നേഹം. സഹജമായി ഉണരുന്ന സ്നേഹം, നന്മ നിറയ്ക്കുന്ന സ്നേഹം, നമ്മെ ഒന്നാക്കി കോർക്കുന്ന സ്നേഹം, ആത്മാവാൽ കോർത്തൊരു സ്നേഹം, ഈ വിശ്വനിർമ്മല സ്നേഹം, വിശ്വനിർമ്മല സ്നേഹം, വിശ്വനിർമ്മല സ്നേഹം. ജയ് ശ്രീ മാതാജി. സഹജയോഗ ഇന്നത്തെ മഹായോഗ എന്ന ഈ മഹത്തായ പ്രോഗ്രാമിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സെൽഫ് റിയലൈസേഷൻ നിങ്ങൾക്ക് സാധ്യമാകുന്നത് എങ്ങനെയാണെന്നും, നിങ്ങളുടെ ശുദ്ധമായ ഇച്ഛയോടുകൂടി കുണ്ടലിനി എങ്ങനെ അവേക്കൻ ചെയ്യാമെന്നും, ധ്യാനം എങ്ങനെ ചെയ്യാമെന്നും, ബന്ധൻ എങ്ങനെ ചെയ്യാമെന്നും എന്നൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ പ്രതിപാദിക്കുകയുണ്ടായി. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ ആ രീതിയിൽ ധ്യാനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിൽ എനിക്ക് വളരെയധികം ഉറപ്പുള്ള കാര്യമാണ്. അതിൻ്റെ ആ ഗുണങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്. അത് നിങ്ങൾക്ക് വീണ്ടും ഡെയിലി എങ്ങനെ ധ്യാനം ചെയ്യാം എന്നുള്ളത് ഒന്നുകൂടെ വ്യക്തമാവാൻ വേണ്ടി നമുക്ക് ഞാൻ ഈ പറയുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ മൂമെൻറ്റ്സ് ചെയ്യാവുന്നതാണ്. ധ്യാനവും നമുക്ക് ഒരു 1-2 മിനിറ്റ് ധ്യാനം ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങളത് റെഗുലർലി ചെയ്യുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞത് ഒരു 10 മിനിറ്റെങ്കിലും ധ്യാനം ചെയ്യാൻ ശ്രമിക്കുക. ആ തോട്ട്സുകളില്ലാത്ത ആ നിർവിചാരിത അവസ്ഥയിൽ ഒരു 10 മിനിറ്റെങ്കിലും ഇരിക്കാവുന്ന രീതിയിൽ ധ്യാനം ചെയ്യുക. ഡെയിലി രാവിലെയും വൈകുന്നേരവും ഏറ്റവും കുറഞ്ഞത് ഒരു 10 മിനിറ്റെങ്കിലും ആ രീതിയിൽ തോട്ട്സുകളില്ലാത്ത നിർവിചാരിത സ്ഥിതിയിൽ ഒരു ധ്യാനം ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ ഒരുപാട് വലുതാണ്. ഈവൻ നിങ്ങളുടെ രോഗങ്ങൾക്കൊക്കെ തന്നെ വളരെയധികം ശാന്തി ഉണ്ടാവും. നമ്മളുടെ കുടുംബത്തുമൊക്കെ വളരെ ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകും. ആ ഒരു പോസിറ്റീവ് അന്തരീക്ഷം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു 2 മിനിറ്റ് നമുക്ക് ധ്യാനത്തിലേക്ക് പോകാം. ധ്യാനത്തിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ എപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞു, യഥാർത്ഥത്തിൽ കുണ്ടലിനി നമ്മൾ വൺസ് സെൽഫ് റിയലൈസേഷൻ സാധ്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുണ്ടലിനി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ധ്യാനാവസ്ഥയിലേക്ക് കുണ്ടലിനി നമ്മുടെ സഹസ്രാരയിലേക്ക് വരും. പക്ഷേ എന്നാലും നമ്മൾ സഹജയോഗയിൽ സാധാരണ ചെയ്യാറെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുണ്ടലിനി റേസ് ചെയ്ത് ഉയർത്തി നമ്മളതിനെ ബന്ധിച്ച് നിർത്തിയിട്ട് നമ്മുടെ ഓറയും ബന്ധിച്ചതിന് ശേഷം നമ്മൾ ധ്യാനത്തിലേക്ക് പോകാൻ പറ്റും. നമ്മുടെ ലെഫ്റ്റും റൈറ്റും സെൻറ്ററും ഒക്കെ ബാലൻസ് ചെയ്ത് നമുക്ക് ധ്യാനം ചെയ്യാൻ പറ്റും. അത് നമുക്കിന്ന് ഒന്ന് കൂടെ ശ്രമിച്ച് നോക്കാം. നിങ്ങൾക്ക് കൂടുതൽ അതിൻ്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കുണ്ടലിനി റേസ് ചെയ്യാം. ആദ്യം നമ്മുടെ ഇടത്തെ കൈ അങ്ങനെ സ്ട്രെയിറ്റ് കുണ്ടലിനിയെ ഉയരണമേ എന്ന് വിചാരിച്ചിട്ട് കുണ്ടലിനിയെ ഉയർത്തുക. എന്നിട്ട് സഹസ്രാരയിൽ 7ാമത്തെ നോട്ട് കഴിഞ്ഞ് ആദ്യത്തെ തവണ ഒരു കെട്ട് ഇടുക. അതേപോലെ 2ാമത്തെ തവണ വന്നിട്ട് 7ാമത്തേത് കഴിഞ്ഞിട്ട് 2 കെട്ടുകൾ ഇടുക. 3ാമത്തെ തവണ അതേപോലെ വീണ്ടും കുണ്ടലിനി റേസ് ചെയ്ത് വന്നിട്ട് വളരെ സ്ലോവും സ്റ്റഡി ആയിട്ട് ആ കുണ്ടലിനി റേസായി വരുന്നത് ഫീൽ ചെയ്തുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. 3 നോട്ട് ഇടുക. എന്നിട്ട് നമ്മളുടെ ഓറയെ ബന്ധൻ ചെയ്യുക. 7 ചക്രാസിനെ റെപ്രസെൻ്റ് ചെയ്ത് 7 തവണ ചെയ്യുക.
അത് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കൈ പൂർണ്ണമായും സഹസ്രാരയുടെ മുകളിലൂടെ പോകാൻ ശ്രമിക്കുക. സഹസ്രാരയുടെ മുകളിലൂടെ കൈ ബന്ധനം ചെയ്യുന്ന സമയത്ത് ബന്ധനം ചെയ്യുക. എന്നിട്ട് ആദ്യം ഞാൻ ഇന്നലെ ഇത് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, എന്നാലും നിങ്ങളുടെ ഒരു ഓർമ്മ പുതുക്കലിന് കൂടി വേണ്ടിയാണ് നമ്മൾ ഇന്ന് വീണ്ടും ഇത് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് കൈയും ഭൂമിയിലേക്ക്, നിലത്തിരിക്കുന്നവർ ഭൂമിയിലേക്ക് ടച്ച് ചെയ്ത് വയ്ക്കുക. കസേരയിലൊക്കെ ഇരിക്കുന്നവർ ഭൂമിയിലേക്ക് രണ്ട് കൈയും കാണിക്കുക. എന്നിട്ട് നമ്മുടെ ഈ സൂക്ഷ്മ ശരീരത്തിലെയും സ്ഥൂല ശരീരത്തിലെയും എല്ലാ ദോഷങ്ങളും, ഭൂമി മാതാവായിട്ട് നിൽക്കുന്ന ആദികുണ്ടലിനി തന്നെ, ആദിശക്തി തന്നെ ഭൂമി മാതാവായിട്ട് നിൽക്കുന്നു. ആ ഭൂമി ദേവിയോട് നമ്മളിലുള്ള എല്ലാ ദോഷങ്ങളും ഭൂമിയിലേക്ക് നീക്കി നമ്മളെ യോഗ പ്രാപിക്കുവാൻ തക്കവണ്ണം പ്രാപ്തമാക്കണമെന്ന് ശ്രീ മാതാജിയോട്, ആദിശക്തിയോട് റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈവൻ വൈദ്യുതി പാസ് ചെയ്യുന്ന പോലെ, കറണ്ട് പാസ് ചെയ്യുന്ന പോലെ നമ്മുടെ ശരീരത്തിൽ നിന്നുമൊക്കെ ആ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ഭൂമിയിലേക്ക് ക്ലിയർ ആകുന്നത് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് അനുഭവനീയമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ശരിക്കും നല്ലവണ്ണം നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുക, അങ്ങനെ ഹൃദയത്തിൽ നിന്നും റിക്വസ്റ്റ് ചെയ്യുക, എല്ലാ നെഗറ്റിവിറ്റീസും എല്ലാ ദോഷങ്ങളും നമ്മളിൽ നിന്നും ഭൂമിയിലേക്ക് നീങ്ങണമേ എന്ന്. അതങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം അങ്ങനെ ചെയ്യുക. നിങ്ങൾ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നവരെ ചെയ്യുക. നമ്മളിതിപ്പോൾ ഒരു ടി വി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടായതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട്, കാരണം മൂവ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ നിങ്ങളത് പ്രാക്ടിക്കലി നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം കൂടുതൽ ഇതിൽ നിന്നും നമ്മൾ പറയുന്നതിലുപരി കുറച്ച് നിങ്ങൾക്ക് തന്നെ ആ ഒരു വൈബ്രേഷൻ ഇതായിട്ട് നിങ്ങൾ ആ റിലാക്സ് ആവുന്നതും ആ ഒരു കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്ന അത്രയും സമയം നിങ്ങൾക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് നിങ്ങൾ ബാലൻസ് ചെയ്യുക. അതിന് നമ്മുടെ ഇടത്തെ കൈ ശ്രീമാതാജിയെ വിചാരിച്ചിട്ട് വയ്ക്കുക, വലത്തെ കൈ ഭൂമിയിലേക്ക് കാണിക്കുക, ഭൂമിയിലേക്ക് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഇടത് സൈഡ് ക്ലെൻസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടനാടിയിലെയും ഇടത് സൈഡിലുമുള്ള എല്ലാ ദോഷങ്ങളും ഭൂമി മാതാവിലേക്ക് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയാണ് ദൈവത്തിൻ്റെ ഭാഷ എന്നുള്ള ആ ഒരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുക. നമ്മളുടെ ആ സ്പന്ദനാബോധവും ഒക്കെ തന്നെ നമ്മളിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് തരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഭൂമിയിലേക്ക് നിങ്ങൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വൈദ്യുതി പാസ് ചെയ്യുന്നത് പോലെ തന്നെ ഭൂമിയിലേക്ക് ആ എനർജി മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് തികച്ചും അനുഭവനീയമാകും. സ്ലോലി നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് വളരെ റിലാക്സ്ഡ് ആവുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ ഇടത് കൈയുടെ ഉള്ളം കൈയിലും വിരലുകളിലും ഒക്കെ തന്നെയും വലത് കൈയിലൂടെ ഭൂമിയിലേക്കും ആ എനർജി പാസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അനുഭവനീയമാകും. അങ്ങനെ കുറച്ച് നേരം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ വലത് സൈഡ് ബാലൻസ് ചെയ്യുക. വലത്തെ കൈ അഗെയിൻ ശ്രീമാതാജിയുടെ നേരെ വയ്ക്കുക. ഇടത്തെ കൈ മുകളിലേക്ക് ആകാശതത്വത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. എന്നിട്ട് നമ്മുടെ വലത് സൈഡ് പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കണമേ എന്നും വലത് സൈഡിൽ നമുക്ക് കർമ്മശക്തി തരണമേ എന്നും നല്ലവണ്ണം നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ എഗെയിൻ നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വലത്തെ കൈയുടെ ഉള്ളം കൈയിലും വിരലുകളിലും അതേപോലെ ഇടത്ത് കൈയിൽ നിന്നും എനർജി ആകാശതത്വത്തിലേക്ക് റിമൂവ് ചെയ്യുന്നതും നിങ്ങൾക്ക് വളരെയധികം അനുഭവനീയമാകുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ വലത് സൈഡിൽ നിങ്ങൾ കർമ്മശക്തിക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുക. നമ്മുടെ വലത് സൈഡിലുള്ള എല്ലാ, പ്രത്യേകിച്ചും ഞാൻ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ പിങ്കളാ നാഡിയെ സംബന്ധിച്ച്, നമ്മുടെ വലത് സൈഡിലുള്ള നാഡിയെ സംബന്ധിച്ച് നമ്മളുടെ നാളെയെ പറ്റിയുള്ള ആശങ്കകളും പ്രതീക്ഷകളും പ്ലാനിങ്സ് എല്ലാം നമ്മുടെ വലത് സൈഡാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ കർമ്മശക്തി നമ്മുടെ വലത് സൈഡാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സർവ്വ ആശങ്കകളും പ്രതീക്ഷകളും എല്ലാം ഉയർത്തി നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് ഹൃദയത്തിൽ നിന്നും നല്ലവണ്ണം പ്രാർത്ഥിക്കുക. നമ്മൾ കർമ്മശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുക. വലത് സൈഡിലെ വലത് സൈഡ് പൂർണ്ണമായും ശുദ്ധീകരിച്ച് വലത് സൈഡിലെ നമ്മുടെ ചക്രാസ് എല്ലാം തന്നെ എൻലൈറ്റൻ ചെയ്ത് ആ ചക്രാസിൻ്റെ എല്ലാം ക്വാളിറ്റീസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് തരണമേ എന്ന് നല്ലവണ്ണം പ്രാർത്ഥിക്കുക. അപ്പോൾ അത് കുറച്ച് നേരം നിങ്ങൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മൾ ലെഫ്റ്റും റൈറ്റും നമ്മൾ അങ്ങനെ ബാലൻസ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾ തന്നെ വളരെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മൂഡ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയും. അതായത് നോർമലി ഞാൻ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മളുടെ ചിന്തകളൊക്കെ തന്നെ മിക്കവാറും കടന്നു വരുന്നത് ഒന്നുകിൽ നമ്മളുടെ വലത് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ ഇടത് സൈഡിൽ നിന്നോ ആണ്. അതായത് നമ്മുടെ ഇന്നലെയിൽ നിന്നുള്ള
ഇടത് സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ നാളെയെ പറ്റിയുള്ള നമ്മുടെ ചിന്തകളും ആശങ്കകളും ഒക്കെ നിന്നുള്ള വലത് സൈഡിൽ നിന്നാണ് നമ്മളുടെ തോട്ട്സ് എല്ലാം തന്നെ വരുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഒരുവിധം ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചിന്തകളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ നമുക്ക് പ്രസൻറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് ധ്യാനാവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ എന്നിട്ട് രണ്ട് കൈയും ശ്രീ മാതാജിയെ വിചാരിച്ചിട്ട് മുന്നോട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മളുടെ സെൻട്രൽ ചാനലിൽ അറ്റൻഷൻ കൊടുക്കുക. അതായത് നമ്മുടെ സുഷുമ്ന ചാനലിൽ അറ്റൻഷൻ കൊടുത്തിട്ട് നല്ലവണ്ണം പ്രാർത്ഥിക്കുക, നല്ലവണ്ണം ഇച്ഛ വയ്ക്കുക. എനിക്ക് നിർവിചാരിത സ്ഥിതി ധ്യാനാവസ്ഥ പ്രദാനം ചെയ്താലും ശ്രീ മാതാജി എന്ന് വിചാരിക്കുക. ആദിശക്തി, ആദി കുണ്ടലിനി, അതായത് കുണ്ടലിനി മാതാവ് എഗെയിൻ നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ മൂലാധാര ചക്രത്തിന് മുകളിൽ ത്രിഗുണാത്മികയായിട്ടുള്ള ആ കുണ്ടലിനി എനർജിയുടെ റിഫ്ലക്ഷൻ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നു. അപ്പോൾ ആ ശക്തിയോട് നമ്മൾ പൂർണ്ണമായിട്ടും റിക്വസ്റ്റ് ചെയ്യുക, ഉയർന്ന് നമ്മുടെ സഹസ്രാരത്തിലേക്ക് വരണമേ, അഗെയിൻ സഹസ്രാരത്തിൽ നിന്നും നമ്മളെ ഉയർത്തണമേ. അതായത് സഹസ്രാരത്തിൻ്റെ അവിടെ വരെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളിലെ 3 ഗുണങ്ങളിൽ നമ്മൾ നിൽക്കുന്നു. തമോഭാവത്തിലും രജോഭാവത്തിലും സത്വഗുണത്തിലും നമ്മൾ നിൽക്കുന്നു. ആ 3 ഗുണങ്ങൾക്കും അതീതമായി നമ്മളെ ഉയർത്തണമേ എന്ന് നമ്മൾ സെൻട്രൽ ചാനലിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എന്നിട്ട് നമുക്ക് അങ്ങനെ ഇരുന്ന് ധ്യാനം ചെയ്യാം. നമ്മൾ ആദ്യത്തെ ദിവസം റിയലൈസേഷൻ എടുത്ത സമയത്ത് ഇപ്പോഴും നിങ്ങൾക്ക് ഒരുപക്ഷെ അവിടെ ആ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ 2 കൈകളിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ സഹസ്രാരയിൽ, അതായത് നമ്മൾ ആ എനർജി ഫീൽ ചെയ്ത തലയുടെ ഏറ്റവും മുകളിൽ ആ മൂർധാവിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് നിങ്ങൾ ധ്യാനാവസ്ഥയിലേക്ക് പോവുക. ധ്യാനം വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുരാണങ്ങളൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പോലും പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ഭൂമിയിൽ അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ അവതാരമായിട്ടുള്ള ഇതിൽ പൂർണ്ണാവതാരമായിരുന്ന ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചപ്പോൾ പോലും അദ്ദേഹം ആദ്യം ചെയ്തിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ധ്യാനമായിരുന്നു. അപ്പോൾ ധ്യാനത്തിലൂടെ മാത്രമാണ് നമ്മൾ എന്തൊക്കെ മറ്റു വഴിയിലൂടെ എന്തൊക്കെ ആരാധനാ രീതികളും എന്തൊക്കെ ചെയ്താലും നമ്മൾ യഥാർത്ഥത്തിൽ ആ പരമമായ നമ്മുടെ സൃഷ്ടികർത്താവുമായിട്ട് നേരിട്ട് കണക്റ്റ് ചെയ്യുന്നത് ധ്യാനത്തിലായിരുന്നു. അപ്പോൾ ആ ധ്യാനം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സപ്പോസ് നമ്മളൊരു TV തന്നെ മേടിച്ചു എന്ന് വയ്ക്കുക. ഒരുപാട് വിലയുള്ള ഒരു TV ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് നമ്മൾ മേടിക്കുന്നു, നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നു. അതിൽ നമുക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റിയോടുകൂടി ആ പിക്ചർ നമുക്ക് കാണാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റേർണൽ കണക്ടിവിറ്റി ഉണ്ട്. ആ കണക്ഷൻ എല്ലാം ശരിയാണെങ്കിൽ മാത്രമേ നമുക്കതിൽ വ്യക്തമായിട്ട് പടം കാണാൻ പറ്റുകയുള്ളൂ. പക്ഷേ അന്നേരം നമ്മൾ വീണ്ടും ആലോചിക്കണം, അതിൻ്റെ എല്ലാ കണക്ടിവിറ്റിയും ഇൻറ്റേർണൽ കണക്ഷൻസ് ഒക്കെ ശരിയാണെങ്കിലും അത് നമ്മുടെ പവറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കതിലെ പിക്ചർ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുമാതിരി തന്നെയാണ് നമ്മുടെ സൃഷ്ടികർത്താവ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. വളരെ നല്ല ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ എലിമെൻസും നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് സൃഷ്ടികർത്താവ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ വീണ്ടും അതിൻ്റെ ക്ലാരിറ്റി വരണമെങ്കിൽ നമ്മുടെ ഇൻറ്റേർണൽ കണക്ഷൻസ് എല്ലാം ശരിയാവേണ്ടിയിരിക്കുന്നു. അതാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം നമ്മളിൽ ശരിയാവേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ആത്മാവിൻ്റെ പ്രകാശം ജ്വലിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. ആ പ്രകാശം എൻലൈറ്റൻ ആകുമ്പോൾ മാത്രമേ ഇരുട്ട് നമ്മളിൽ നിന്ന് നീങ്ങുന്നുള്ളൂ. അപ്പോൾ ആ ഇരുട്ട് നീങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ധ്യാനത്തിലൂടെ, അതായത് ആത്മസാക്ഷാത്കാരം നേടിക്കൊണ്ടുള്ള കുണ്ടലിനി എനർജി അവേക്കൻ ചെയ്ത് സെൽഫ് റിയലൈസേഷൻ അനുഭവിച്ചുകൊണ്ടുള്ള യോഗ പ്രാപിച്ചുള്ള ധ്യാനാവസ്ഥയിലുള്ള ധ്യാനത്തിലൂടെ മാത്രമേ നമ്മളുടെ പ്രകാശത്തെ നമുക്ക് തിരിച്ചറിയാനും നമ്മുടെ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് നടക്കാനും നമ്മളുടെ അന്ധകാരമൊക്കെ തന്നെ ആ പ്രകാശം പ്രകാശിച്ചു തുടങ്ങുമ്പോൾ മാറിക്കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ധ്യാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതിൻ്റെ പറ്റി പരാമർശിക്കുന്ന ഒരുപാട് കഥകളും കാര്യങ്ങളും ഒക്കെ വളരെ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും തന്നെ ഇത് സഹജയോഗ ധ്യാനം തീർച്ചയായിട്ടും ചെയ്തു തുടങ്ങുക. കാരണം അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളുണ്ടാവും. അതിന് കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസിന് വേണ്ടി നിങ്ങൾക്ക് ഞങ്ങളുടെ സെൻറ്ററുകളിൽ ബന്ധപ്പെടാം. എല്ലായിടത്തും ഇത് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ചെയ്യുന്ന സേവനം മാത്രമാണ്. വരും ദിവസങ്ങളിൽ അതേപോലെ തന്നെ ഇതിൽ ഒരുപാട് നിങ്ങളിലുള്ള നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലും സ്ഥൂല ശരീരത്തിലും ഒക്കെയുള്ള അതുമൂലമുണ്ടായിട്ടുള്ള രോഗങ്ങളും ഒക്കെ ക്യൂർ ചെയ്യാനുള്ള രീതികളും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്, ഇതിലൂടെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊക്കെ പ്രാക്ടീസ് ചെയ്യാം. ഒപ്പം തന്നെ അതിലൊക്കെ ഉപരി നമ്മൾ ഒരു വ്യക്തിയല്ല, സത്യത്തിൽ നമ്മളൊരു ഈ ഒരു സമൂഹത്തിൻ്റെ, അതായത് വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ വിരാട് പുരുഷൻ്റെ ശരീരത്തിലെ ഓരോ കണികകളാണ് നമ്മൾ.
അതുകൊണ്ട് തന്നെ കളക്റ്റീവ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ ധ്യാനത്തിലൂടെ ഉയരുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അതിൻ്റെ ചില വ്യക്തതകളൊക്കെ വരും. യൂണിവേഴ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, അതായത് പ്രപഞ്ചം എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു കണികയാണ് നമ്മളെന്നുള്ള ആ ബോധം നിങ്ങളിൽ എസ്റ്റാബ്ലിഷായി വരും. അതുകൊണ്ട് തന്നെ സഹജയോഗ സെൻറ്ററുകളിൽ നിങ്ങൾ പോകുന്നതും സെൻറ്ററുകളിലുള്ള കളക്റ്റീവായിട്ടുള്ള മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്നതും നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. എല്ലാവരും സഹജയോഗ ധ്യാനം ചെയ്യുക. അതിലൂടെ നിങ്ങൾ സ്വയം ഉയർത്തി നിങ്ങളുടേതായ ഗുരുവായിട്ട് നിങ്ങൾ മാറുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അതിലൂടെ ഉണ്ടാവട്ടെ. ശ്രീ മാതാജിയുടെ നാമത്തിൽ ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഒരു ശുഭദിനം ആശംസിച്ചുകൊള്ളുന്നു. ജയ് ശ്രീ മാതാജി.